السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. فالسيئات عنده بالمثل والحسنات ضعفت بالفضل وباجتناب للكبائر تغفر صغائر بعد الوضوء يكفر واليوم الآخر ثم حول الموقف حق فخفف يا رحيم واسعفي. അള്ളാഹുവിന്റെ അടിമകളായ മനുഷ്യർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും ഒരു സത്യവിശ്വാസിക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടതാണെങ്കിൽ 10, 70 മുതൽ 700 ഇരട്ടിയും അതിന്റെ മുകളിലുമായി അള്ളാഹു അവന് പ്രതിഫലം നൽകുന്നതാണ്. അത് അവന്റെ ആത്മാർത്ഥത, നല്ല നിയ്യത്ത് എന്നിവയെ ആശ്രയിച്ചുകൊണ്ടാണ് അള്ളാഹു നൽകുന്നത്. അതേസമയം ഒരാൾ സ്വന്തമായി ചെയ്ത തിന്മകളും കുറ്റകൃത്യങ്ങളും മറ്റുള്ളവരെ ആക്രമിച്ചത് കാരണമായി ആക്രമിക്കപ്പെട്ടവന്റെ തിന്മകളിൽ നിന്ന് ഒരാളിലേക്ക് മാറ്റപ്പെടുന്നതായ കുറ്റകൃത്യങ്ങളും അതിന് സമാനമായ ശിക്ഷകൾ മാത്രമാണ് അള്ളാഹു അവന് നൽകുന്നത്. അപ്പോൾ അള്ളാഹു തിന്മകൾക്ക് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടോ തൗബ കൊണ്ടോ സൽക്കർമ്മങ്ങൾ കാരണമായോ മാപ്പ് നൽകാത്ത സാഹചര്യത്തിൽ ഒരു തെറ്റിനുള്ള ശിക്ഷ ഇരട്ടിപ്പിക്കാതെയാണ് അള്ളാഹു നൽകുന്നത്. സൂറത്തുൻ നിസാ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നു, ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. നിങ്ങളോട് നിരോധിക്കപ്പെട്ട വൻ പാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്ന പക്ഷം നിങ്ങളുടെ തിന്മകളെ നിങ്ങളിൽ നിന്ന് നാം മായ്ച്ചു കളയുകയും മാന്യമായ സ്ഥാനത്ത് അഥവാ സ്വർഗലോകത്ത് നിങ്ങൾ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഈ വിഷയങ്ങളാണ് അടുത്ത വരിയിൽ ഇബ്രാഹിം ലഖാനി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിക്കുന്നത്. ഫസയ്യിആതു ഇൻദഹു ബിൽ മിസ്ലി വൽ ഹസനാതു ളുഇഫത് ബിൽ ഫാദിലി. ഫസയ്യിആതു അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾ, ഇൻദഹു അല്ലാഹുവിന്റെ അടുക്കൽ, ബിൽ മിസ്ലി അതിന് സമാനമായ ശിക്ഷയാണ് ഉണ്ടാകുന്നത്. വൽ ഹസനാതു നന്മകൾ, ളുഇഫത്ത് ഇരട്ടിപ്പിക്കപ്പെടുന്നതാണ്, ബിൽ ഫദ്ലി അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്. വബിജ്തിനാബിൽ ലിൽ കബായിർ തുഫറു സഗായിറും ബാദൽ വുദൂ യുകഫിറു. വബിജ്തിനാബിൽ ലിൽ കബായിർ വൻദോഷങ്ങളെ ഒഴിവാക്കൽ കൊണ്ട്, തുഗ്ഫറു പൊറുക്കപ്പെടുന്നതാണ്, സഗായിറുൻ ചെറുദോഷങ്ങൾ. വജാ ഹദീസിൽ വന്നിട്ടുണ്ട്, അൽ വുദൂ യുകഫിറു വുദൂ ദോഷങ്ങളെ പൊറുപ്പിക്കുന്നതാണ് എന്ന്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി വറമളാനു ഇലാ റമളാന മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന ഇദാ ജുത്നിബത്തിൽ കബായിറു. 5 വഖത്ത് നിസ്കാരങ്ങളും ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെയും ഒരു റമളാൻ അടുത്ത റമളാൻ വരെയും അവക്കിടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ് വൻദോഷങ്ങൾ ഒഴിവാക്കപ്പെട്ടാൽ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ. വല്ല പാപവും നിന്നിൽ നിന്ന് സംഭവിച്ചു പോയാൽ ഉടനടി നീ ഒരു സൽക്കർമ്മം ചെയ്യുക, ആ സൽക്കർമ്മം തിന്മയെ മായ്ച്ചു കളയുന്നതാണ്. വൻദോഷങ്ങൾ സംഭവിച്ചു പോയാൽ അത് പൊറുക്കപ്പെടണമെങ്കിൽ തൗബ തന്നെ ആവശ്യമായി വരുന്നതാണ്. വല്യൗമുൽ ആഖിറു സുമ്മ ഹൗലുൽ മൗഖിഫി ഹഖ്ഖുൻ ഫഖഫിഫ് യാ റഹീമു വസ്ഇഫി. വല്യൗമുൽ ആഖിർ അന്ത്യദിനവും, സുമ്മ ഹൗലുൽ മൗഖിഫി പിന്നെ മഹ്ശറയിലുള്ള നൃത്തത്തിന്റെ ഭയാനതകളും, ഹഖ്ഖുൻ സത്യമാകുന്നു, വാസ്തവമാകുന്നു. ഫഖഫിഫ് യാ റഹീമു കാരുണ്യവാനായ അല്ലാഹുവേ നീ ലഘുവാക്കി തരണമേ. വസ്ഇഫി അത്
തരണം ചെയ്യാനുള്ള സഹായം നീ നമുക്ക് നൽകുകയും ചെയ്യണമേ. അന്ത്യദിനമെന്നാൽ ജനങ്ങളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടിയ സമയം മുതൽ അറ്റമില്ലാത്ത കാലമാണെന്നും സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്കും നരകാവകാശികൾ നരകത്തിലേക്കും പ്രവേശിക്കുന്നത് വരെയുള്ള കാലമാണെന്നും അഭിപ്രായങ്ങളുണ്ട്. മഹ്ശറയിലെ ഭയാനതകളിൽ നിന്ന് മുക്തരായി സ്വർഗപ്രവേശം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു തആല നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.